സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. കാടാമ്പുഴയിൽ നിന്ന് ഏശിനിരപ്പ് പള്ളിയാൽ എന്ന സ്ഥലത്ത്, പള്ളിയാൽ അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് ഏകദേശം 1/2 കിലോമീറ്റർ പോയാൽ കിട്ടുന്ന സ്ഥലമാണ് ഈ പ്രകൃതി സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഈ വെള്ളച്ചാട്ടം. ഇവിടെ വഴികളൊക്കെ കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെടുത്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ അല്ല. കുട്ടികൾക്ക് അങ്ങനെ നടക്കാനും ആസ്വദിക്കാനും പറ്റിയ ഏരിയ അല്ലാത്തതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വഴികൾ നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ കുട്ടികളെടുത്ത് വരാൻ പറ്റിയ ഒരു ഏരിയ അല്ല. ഇവിടെ കല്ലൊക്കെ നല്ല വഴുക്കണതുമാണ്. പിന്നെ അതുമല്ല നല്ലൊരു സേഫ്റ്റിയുള്ള ഏരിയ അല്ല. മണ്ണ് തിണ്ടെല്ലാം ഉറപ്പ് കുറവാണ്, ഇടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഇതൊരു ശരിക്കും നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും നമുക്ക് പ്രകൃതി ഇവിടുന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം പാറകളും മരച്ചില്ലകളൊക്കെ ഉണ്ടായിട്ട് ഈ വെള്ളം ചാടി വരുന്നത് അത്രയും ദൂരം നമുക്ക് ഒന്നിച്ചിട്ട് വീഡിയോയിൽ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നല്ല ദൂരം തന്നെ നമ്മൾ ഇവിടെ വന്ന് ശരിക്ക് ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്കത് ശരിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സാധാരണ ഈ വെള്ളച്ചാട്ടം അതും ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിലാണ് കൂടുതൽ കാണുക. അവിടെ ചെല്ലുമ്പോൾ അത്ര ഒരു കാഴ്ച ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീഡിയോയിൽ കാണുന്നതിലപ്പുറം ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഇതൊരു ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. കുറേ ഉണ്ട്, നല്ല ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നവർക്ക്, ഇത് കണ്ടവർക്കല്ല കേട്ടോ, കണ്ടവർ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് കാണാത്തവർക്കാണ്. നമ്മളിപ്പോൾ ഈ കാടാമ്പുഴ ഈ മുഴങ്ങാണി ഇതിൻ്റെയൊക്കെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ പ്രകൃതി വളരെ സൗന്ദര്യമുള്ളതാണ്. പ്രകൃതി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. നമ്മളിവിടെ പോയ സമയം ഒരു 5 മണിയൊക്കെയാണ് കേട്ടോ. 5 മണി സമയത്തൊക്കെയാണ് പോയത്. അപ്പോൾ പിന്നെ ഇവിടെ ആരും കാഴ്ചക്കാരൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അല്ലെങ്കിൽ ഇവിടെ കുട്ടികളൊന്നും വരാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ കാഴ്ചക്കാർ ആ സമയത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെല്ലുന്ന ഫസ്റ്റിൽ നമ്മൾ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നേരെ കാണുന്നതല്ല ശരിക്കും കാഴ്ച. അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാണ്ട് ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് നേരെ അങ്ങോട്ട് കയറിപ്പോണം. കുറച്ചങ്ങോട്ട് കയറിപ്പോയെങ്കിലാണ് ഇവിടെ ശരിക്കുള്ള കാഴ്ച കാണാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു സാഹസികമാണ്. നമ്മളതിനെ കഴിയുന്ന പരമാവധി നല്ല ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലമാണ്. നല്ല വഴുക്കണമൊക്കെ സ്ഥലമാണ് ഈ മഴ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദിവസത്തെ വെയിൽ കിട്ടില്ല, ആ ദിവസമാണ് ഇപ്പോൾ നമ്മളിവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാത്തവരുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു കാടിന് നടുവിലൂടെ ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കാണാത്തവരൊക്കെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.